ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു രാത്രി പക്ഷിയാണെങ്കിൽ ഞാനൊരു ചെടി നടാൻ പോവുകയാണ്. അപ്പം ഡ്രമ്മിലാണ് നടാൻ പോകുന്നത്, അല്ലെങ്കിൽ പുല്ല് പിടിച്ച് കാട് പോലെയാണ്. ഇവിടെ ഡ്രമ്മൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്തു. ഏത് നടന്ന് ഭയങ്കര കൺഫ്യൂഷൻ. കിറ്റിനോട് ചോദിച്ചു നോക്കാം. കിറ്റി പ്ലീസ്. കിറ്റി ഭയങ്കര കൺഫ്യൂഷനാണ്. കിറ്റി ഏത് ഡ്രമ്മിൽ നടും നമ്മൾ? ഓക്കെ, ഇവൻ പറഞ്ഞിരിക്കുന്നത് ഇതിലും നടാനാണ്. അതിലും നടാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ നടാം ഗൈസ്. ഇതാണ് മൾബറി, ചെറുതായിട്ടുണ്ടാവുന്നുണ്ട്. ഇതേപോലെ പർപ്പിൾ കളറായാൽ നമുക്ക് തിന്നാൻ പറ്റും. ഞങ്ങൾ 2-3 കഴിച്ചു, കാരണം സഹിക്കാൻ പറ്റിയില്ല കഴിക്കാണ്ട്. ഇതാണെങ്കിൽ മിൻ്റാണ്, നല്ല രസമാണ്. ഇതാണെങ്കിൽ റൈസ് നെല്ലിക്ക, അരി നെല്ലിക്ക എന്ന് പറയും. അതിലാണെങ്കിൽ ചെറിയ നെല്ലിക്കയാണ് ഉണ്ടാവുക. ഇതാണെങ്കിൽ ചാമ്പയ്ക്ക ഉണ്ടായാണെങ്കിൽ അവർക്ക് തിന്നാൻ പറ്റും. പിന്നെ മൾബറിക്കൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ വീട്ടിൽ നടുകയാണെങ്കിൽ വീടിനോട് ചേർത്ത് നടാൻ പാടില്ല. നിറച്ച് ചൊറിയാമ്പൂ ആയിരിക്കും. ചൊറിയാമ്പൂ നമ്മളുടെ മേത്ത് വന്ന് കടിച്ചാലും ഇരുന്നാലും അല്ലേ നമ്മൾ വീർത്ത് വരും. കാരണം ചൊറിഞ്ഞ് വീർത്ത് വരും. അപ്പോഴാണെങ്കിൽ അമ്മ കവറൊക്കെ പൊട്ടിക്കാൻ സഹായിക്കും. അമ്മയും ചെറുതായിട്ട് കുഴിച്ചൊക്കെ സഹായിക്കും. ഞങ്ങൾ ഇതിലാണെങ്കിൽ നടും. ഇപ്പം അമ്മയാണെങ്കിൽ മുറിക്കുകയാണ്. മുറിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നേരം മുറിച്ചത് ഇങ്ങനെ അത് കീറാല. അപ്പോഴാണ് നമ്മൾ മുറിച്ചിട്ട് നടാൻ പോവുകയാണ്. വാഴ വേഗം വാ. എൻ്റെ അനിയനിവിടെ നിൽക്കുന്നുണ്ട്. വാഴ ഇതിൻ്റെ അകത്തോട്ട് വെക്കണം. ഇവിടെ ചേർത്ത് തരാൻ പറഞ്ഞ കിച്ചൻ ചേർത്ത് വെച്ച്. ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. നേരെയാക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി നട്ടതാണത്. ഇത് വലുതാവുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കിട്ടി ഇത് വലുതാവുമ്പോ എന്താ എന്താ ചെയ്യണ്ടേ? ഇത് നമ്മൾ റൈസ് നെല്ലിക്ക നടാൻ പോവുകയാണ്. അയ്യോ, റൈസ് നെല്ലിക്കല്ല, ചാമ്പയ്ക്ക. വേഗം വാട്ട. അവരടിയിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. കൈമ വണ്ണ കണ്ടില്ല. ഇത് കണ്ടില്ലേ ഗൈസ്? ഇത് കാണാനായിട്ട് ചോക്ലേറ്റ് കേക്കിൽ പിടിച്ച് തിന്നുമ്പോൾ ഉള്ള ചോക്ലേറ്റ് പൗഡർ പോലെയുണ്ട്. കൊക്കോ പൗഡർ പോലെ. ഇത് കണ്ടൂല്ലേ? നമ്മളാണെങ്കിൽ നടാൻ പോവുകയാണ്. പൊന്നോ നമ്മളങ്ങനെ ഫൈനലി ഇതിൻ്റെ തേച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഗൈസ്. ഇതിന് എന്ത് സാധനം വന്നിട്ടുണ്ട്. നീ ഇത് ഉപയോഗിച്ചോളൂ. ഞാൻ ചോക്ലേറ്റ് കേക്ക്. ഇത് ഭയങ്കര ലൂസാണ് ഗൈസ്. നമ്മൾ റൈസ് നെല്ലിക്ക നടാണ്. ഇവിടെ കണ്ടോ വേപ്പിൻ്റെ അല്ല. ഇത് പുതിയതായിട്ട് ജനിച്ചുള്ളൂ. ഇത് അപ്പൂപ്പന്മാരായിട്ട് പല്ല് കൊഴിഞ്ഞു പോണ പോലെയാണ്. അതിൻ്റെ പല്ല് പോയി പോണ. അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്കിന് നമ്മൾക്ക് ഇത് മൂടാം. ഇത് വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് ഇതിലിങ്ങനെ തൊടുമ്പോൾ ചോക്ലേറ്റ് കേക്ക് തുടങ്ങുന്നതാണ്. ഓക്കെ, ഓ മൈ ഗോഡ്, മൈ ഹാൻഡ്. എൻ്റെ കൈ കണ്ടു, വിരൽ ഒടിഞ്ഞ പോലെ പോയാണ്. കാരണം ഭയങ്കര ഇതാണ് എന്തോന്നാണ്. ഇതാണ് മിൻ്റെ. നല്ല സ്മെല്ലാണ്. നമ്മൾ മണത്ത് നോക്കിയ ഗൈസ്.
സ്മെല്ല് കിട്ടുന്നുണ്ടോ? മൈക്കിക്കൊണ്ട് ചിലപ്പോഴേ സ്മെല്ല് കിട്ടുള്ളൂ. ഇതാണെങ്കിൽ ജപ്പാൻ പാരയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാ തോന്നുന്നു. ഇതാണെങ്കിൽ എൻ്റെ കുഞ്ഞാണ്. വാ ചെയ്യടാ. അയ്യോ അതിനെ നശിപ്പിക്കല്ലേ, നശിപ്പിച്ചാലല്ലേ ചത്തുപോവും. ഇതെന്തോന്നാണ്? അതാണെങ്കിൽ അത് മിന്റാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വെച്ച് ജ്യൂസിലൊക്കെ ഇടാന്ന് തോന്നുന്നു. കഴിച്ചോക്കാൻ പാടില്ല, ഇപ്പൊ കഴിക്കാൻ പാടില്ല, നമുക്ക് കഴിക്കാൻ പാടില്ല ജ്യൂസ്. ഇത് കണ്ടോ ഗൈസ്, അതിൻ്റെ ബാക്കിൽ 2 കൊമ്പായിരുന്നു. ഇതാണ് ഞാൻ അപ്പാപ്പ മേടിച്ചു തന്നാണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ടാണ്. ഇതാണെങ്കിൽ ഞങ്ങളുടെ അമ്മച്ചാണെങ്കിൽ അമ്മാമ്മേനയിൽ എന്താണ് പനിക്കൂർക്ക മുളപ്പിച്ചെടുത്ത് നട്ട് തന്നാണ്. അപ്പം ഇതാണെങ്കിൽ പനി വരുമ്പോൾ ഞാൻ കഴിക്കും. ഞാൻ ഇതാണെങ്കിൽ ഞാൻ ജ്യൂസ്. ഇത് കണ്ടോ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ മാവാണ്, നീലം മാവാണ് ഗൈസ്. ചെറുതായിട്ട് വാടിയിട്ടുള്ളൂ, പക്ഷേ കുഴപ്പമില്ല, ജീവനുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഞാൻ നട്ടതാണത്. ഞാനാണെങ്കിൽ മാവിൻ്റെ ഒരു നീലമാവ് എടുത്തിട്ട് അതിൻ്റെ സീഡ് ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ അകത്തത്തെ സീഡ് എടുത്ത് ഞാൻ നട്ടപ്പോൾ വന്നതാണ്. ഇനി ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അയ്യോ ഇവിടെ ഒരു ബൈക്ക് വരുന്നുണ്ട്, ഒരു കുറേ ഉണ്ട്. വിരട്ടാണ്, പാമ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തോ തൈലൻഡ് മാങ്കിയാണ്. പിന്നെ അങ്ങോട്ട് പോകാൻ പേടിയാണ്. കാണിക്കാല്ലേ. പിന്നെ അവിടെ കുറേ ചെടീസ് ഉണ്ട്. ആ ചെടീസ് നിങ്ങൾ കണ്ട ഉറപ്പായിട്ടും പറയാൻ പറഞ്ഞു. ഇത് മുളകാണ്. ആദ്യം കണ്ടത് മുളക് തൈയാണെങ്കിലും മുളക് തൈമ പൂക്കളാണ് ഉണ്ടാവുക. പിന്നെ പക്ഷേ പൂവാണെങ്കിൽ ആ മുളകായി മാറുന്നൊക്കെയാണ് എനിക്കറിയാം. പക്ഷേ ഇത് കണ്ടു, ഞാനെങ്കിൽ പപ്പായാണ്. ഇതാണെങ്കിൽ എൻ്റെ അമ്മയുടെ തോന്നുന്നു. ഇത് പപ്പായ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ല, കാരണം എനിക്ക് പപ്പായ ഇഷ്ടമല്ല. എൻ്റെ അകത്ത് എന്തോ ഒരു ചെടിയാണ്, ആ മുളകായിരുന്നു. ഇതെന്തോ ഒരു സംഭവം അറിയത്തില്ല. ഞാൻ ഒരു റോസിൻ്റെ ഗൈസ്, ഞങ്ങൾ ഇതൊക്കെ മണ്ണുത്തി ഫാമിൽ നിന്നാണ് മേടിക്കുന്നത്. നാളെ ഞാൻ കുറച്ചുകൊണ്ട് ട്രീസ് കാണിച്ചു തരും. അപ്പോൾ ട്രീസ് കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടിപ്പോവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതെല്ലാം നട്ടില്ലേ ചെടി, ആ ചെടികളൊക്കെ കാണിച്ചു തന്നു. ഇത് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇതാണെങ്കിൽ പേരയ്ക്ക, അത് ഉണ്ടാവുന്നുണ്ട്. പേരയ്ക്ക 2 ഉണ്ടാവുന്നുണ്ട്. ഞാൻ മിൻറ്റ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ റൈസ് നെല്ലിക്ക, അയ്യോ അതന്നെ. ഇതാണെങ്കിൽ മൾബറി, അതുപോലത്തെ ഞങ്ങൾ കഴിച്ചു. ഇതാണെങ്കിൽ ചാമ്പക്ക, ഇത് കൊറിയാണ്ടർ ലീഫാണ്. ഇത് ഭക്ഷണത്തിലൊക്കെ ഇടാം, തിന്നാമോ ഗൈസ്? അപ്പോഴാണെങ്കിൽ ഇവിടെ പച്ചക്കറി വിത്ത് വേറെ കാണിക്കാനുണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലേ. ഇതാണെങ്കിൽ ഞങ്ങൾക്കൊരു സീഡ് കിട്ടി, ഇപ്പോൾ അത് നട്ടപ്പോൾ ഉണ്ടായ വേറൊരു മാവാണ്. ഇതാണെങ്കിൽ ഒരു മാവാണ്, തൈലൻഡ് എന്ന് പറഞ്ഞ മാവാണ്. ഇതാണെങ്കിൽ സപ്പോട്ട ആണ്, അല്ല അതെ 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 ഇത് ജാക്ക് ഫ്രൂട്ടാണ്. ജാക്ക് ഫ്രൂട്ട് ഇത് വലുതാകുമ്പോൾ നിങ്ങൾക്ക് ജാക്ക് ഫ്രൂട്ട് ഉണ്ടാവും. ഇതെന്തോന്നാ സംഭവം എന്ന് എനിക്കറിയില്ല. റംബൂട്ടാൻ. അയ്യോ റംബൂട്ടാൻ. ഇത് ചേനയാണ്. ഇതാണെങ്കിൽ മാവാണ്, വീണ്ടും മാവ്. പക്ഷെ ഇതൊന്നും ഉണ്ടാവണില്ല, പ്യൂർ മാവാണ്, ഒന്നും ഉണ്ടാവണില്ല. ഇത് കുറെ സമയം എടുക്കുന്നു തോന്നുന്നു. ഇതൊക്കെയാണ്. ഇത് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് വീഡിയോ എടുക്കും, അതിന് കുറെ സീഡ് നടന്നതാണ്. അവ അടുത്ത സീഡ് നടുന്ന വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ബൈ ബൈ.